ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിലു ടോക്സ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഡിവോഴ്സ് വാർത്തയാണ്. ഈ സിലു ടോക്സ് എന്ന് പറയുന്ന ചാനലിലെ സൽഹ എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഗഫൂർ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള വിവാഹത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ ആ ഒരു വേർപിരിയലും ഒക്കെ വളരെയധികം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. ചർച്ചയാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സിലു ടോക്സ് വളരെ വർഷങ്ങളായിട്ട് യൂട്യൂബിലുള്ള വ്യക്തിയാണ്. ഈ സൽഹ എന്ന് പറയുന്ന സിലു ടോക്സ് എന്ന് പറയുന്ന ചാനൽ ഏകദേശം 10 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ചാനലാണ്. അവരുടെ ഹസ്ബൻഡ് ഗഫൂർ, അവർക്ക് 5 കുട്ടികളുണ്ട്. അവരെല്ലാവരും കൂടെ ഉള്ള വ്ളോഗുകളായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അവർ തമ്മിൽ പിരിഞ്ഞു. അപ്പൊ അതിനെ തുടർന്നുണ്ടായിട്ട് അവർ ചാനലിലൂടെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കുറെ റിയാക്ഷൻ വീഡിയോകൾ, അതിന്റെ പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഇപ്പൊ ഒരു 5-6 വർഷം, ഒരു 6-7 വർഷമൊക്കെ ആയിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഫാമിലി വ്ളോഗുകൾ ചെയ്തു വരുന്ന ആളുകളാണ്. മലയാളികൾ ഒരു ഫാമിലി വ്ളോഗൊക്കെ തുടങ്ങിയിട്ട് അത്രയും വർഷമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യകാലത്തെ ആ ഒരു നല്ല ഫാമിലി, നല്ല സ്നേഹമുള്ള ഭാര്യ, സ്നേഹമുള്ള ഭർത്താവ്, കുട്ടികള്, കുടുംബം, അമ്മായിയമ്മ, അവരുടെ നാത്തൂൻ, അല്ലെങ്കിൽ അങ്ങനത്തെ സ്നേഹം, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കാണിച്ചിട്ടുള്ള ആദ്യ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ട് മിക്ക യൂട്യൂബേഴ്സ് ഇപ്പോൾ പലരും ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേര് നമ്മളിപ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോയതായിട്ട് കണ്ടു. അതിലെ ഇപ്പോൾ ഒരു അവസാനത്തെ ഒരു കണ്ണി എന്ന് പറയാം, അതാണ് ഈ സിലു ടോക്സിലെ സൽഹിയും അതേപോലെ അവരുടെ ഹസ്ബൻഡ് ഗഫൂറും. ഇവർ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, അവർ കുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ രാവിലെ പല്ല് തേക്കുന്ന മുതലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ നല്ല കാലങ്ങൾ മുഴുവൻ അവർ നമുക്ക് കാണിച്ചു തരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, അവർ തമ്മിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, അവര് ഫാമിലി ആയിട്ട് തെറ്റുമ്പോൾ ഒക്കെ അവർ ഈ കാണുന്ന പ്രേക്ഷകരോട് അതിന്റെ കാരണം വിശദീകരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതിന് അവർക്ക് ഈ കമന്റ് ഇടുന്ന ആളുകളെയോ, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് എന്താ അങ്ങനെ സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചതെന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ അത് വെച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ ഒന്നും അവർക്ക് കുറ്റപ്പെടുത്താനുള്ള ഒരു വോയിസ് ഇല്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തന്നത് നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് ഒളിക്യാമറ വെച്ച് കണ്ടോന്നുമല്ല. അവർ തന്നെ അവരുടെ വീട്ടിൽ ക്യാമറ വെച്ചിട്ട് നമ്മൾക്ക് ആ വീഡിയോ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലിട്ട് നമ്മളെ കാണിച്ചു തന്ന് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആളുകൾ വന്നിട്ട് അതിന്റെ ഇടയിൽ എന്താണ് കാരണം, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നെഗറ്റീവായിട്ടുള്ള കമന്റുകളും, അല്ലെങ്കിൽ വളരെ ഉത്കണ്ഠയോടുകൂടുള്ള കമന്റുകളും, സങ്കടത്തോടുകൂടുള്ള കമന്റുകളും, അങ്ങനെ പല രീതിയിൽ ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കും. അതിന് വന്നിട്ട് അയ്യോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ സൽഹ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഭർത്താവുമായിട്ട് പിരിഞ്ഞു. അതിനു മുൻപ് അവരുടെ ജീവിതത്തിനെ കുറിച്ച് അവരെല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരാണ്. അവരുടെ വീട് കാണിക്കുന്നു, വീടിന്റെ ഓരോ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ ഓരോ വർക്കുകളും നമുക്ക് കാണിച്ചു തരുന്നു. അവർ 5 മക്കളെ നോക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരുന്നു, അവരുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരുന്നു, അവരുടെ ബിസിനസ് കാണിച്ചു തരുന്നു, അവര് പഠിക്കാൻ പോകുന്നത് കാണിച്ചു തരുന്നു. ഈ 5 മക്കളായ ശേഷം അവർ LLB ചെയ്യുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ കോഴ്സുകൾ, ഈ സൈക്കോളജി പോലുള്ള കോഴ്സുകൾ, ഹോമിയോപ്പതി പോലുള്ള കോഴ്സുകൾ, അങ്ങനെ എന്തൊക്കെയോ കോഴ്സുകൾ അവർ ചെയ്യുന്നു. അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ സൽഹ എന്ന് പറയുന്ന വ്യക്തി നമ്മളെ മുന്നിൽ അവരെ തന്നെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം അവർ അത്രയും കാലം വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ട് വേറൊരു വീട്ടിൽ പോയി താമസിക്കുന്നു. ഈ കുട്ടികളെല്ലാവരും 5 പേരെയും കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ പോയി താമസിച്ചിട്ട് അവർ കാരണങ്ങളൊന്നും പറയുന്നില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വേറൊരു വീട്ടിലേക്ക് മാറുന്നു. ഞാൻ പഴയ വീട് ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അടിയിൽ ആളുകൾ വന്നിട്ട് എന്ത് സംഭവിച്ചു, നിങ്ങൾ ഭർത്താവുമായിട്ട് പിരിഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോ ഈ സൽഹ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള നമ്മളുടെ ആ ഭയങ്കര സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ല ഈ കമന്റ് ഇടുന്നവര് ഇത്തരം കുത്തിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർക്ക് ചുമ്മാ ഒരു കുടുംബം അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ ഇടുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വളരെ മാന്യമായിട്ട് പിരിഞ്ഞു പോവാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ മാന്യമായിട്ട് ഇത്ര വിശദമായിട്ടൊന്നും പറയാതെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കുടുംബങ്ങൾക്ക് പിരിഞ്ഞു പോകാവുന്നേ ഉള്ളൂ. പക്ഷെ മിക്ക ആളുകൾക്കും ഇതൊരു വലിയ കണ്ടന്റ് ആണ്. ഭർത്താവും ഭാര്യയും തെറ്റുന്നു, അത് അവർ കണ്ടന്റ് ആക്കിയിട്ട് വലിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ആളുകളിൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന വിധത്തിൽ വീഡിയോസ് ചെയ്യുന്നു. ആളുകൾ വീണ്ടും വീണ്ടും എന്താണ് ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ തംബ്നെയിൽ കൊടുത്തിട്ടും അതേപോലത്തെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടും കുറെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടും ഒക്കെ വീഡിയോ
ചെയ്യുന്നു. ഈ സൽഹ എന്ന് പറയുന്ന സ്ത്രീയെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അവർ കുറേ കാര്യങ്ങൾ അവരുടെ വീഡിയോയിലൂടെ പറയാറുണ്ട്. ഈ വിവാഹബന്ധം തകരുന്നതിന് മുൻപ് തന്നെ അവർ കടന്നുപോയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അവർ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കുറേ സ്ട്രഗിള്, അവർ ആ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവരുടെ തകർച്ചയിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ തകർച്ചയിൽ അവരെങ്ങനെ കൂടെ നിന്നു, അങ്ങനത്തെ കുറേ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരവരുടെ ചാനലിലൂടെ കാണിക്കാറുണ്ട്. അവര് ഈ ചാരിറ്റി ഒക്കെ ചെയ്യാറുണ്ട്, ആളുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ട് അവർക്ക് ഫണ്ടൊക്കെ സമാഹരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ല നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അവർ ഈ വിവാഹബന്ധം തകർന്നു എന്ന് നമ്മൾ അറിയിക്കുന്നതിന് മുൻപ് ഈ വിവാഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ സ്ത്രീകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കേണ്ടതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ വിവാഹം കഴിച്ചു പോയ ഉടനെ തന്നെ സ്വർണ്ണമൊക്കെ എടുത്ത് ഭർത്താവ് പണയം വെക്കും വിൽക്കും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച്, അത്തരം കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഭർത്താവ് നിങ്ങളെ നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ കുറിച്ച് ഒരുപാട് വീഡിയോസ് അവർ ചെയ്തിരുന്നു. ആ സമയത്ത് അവർക്ക് ഒരുപാട് നെഗറ്റീവ്, അവരെ കുറിച്ച് ഒരുപാട് റിയാക്ഷൻ വീഡിയോക്കാര് കുടുംബം കലക്കാൻ നടക്കുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് പോകുന്ന പെൺകുട്ടികളെ വെറുതെ പറഞ്ഞു തിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് നെഗറ്റീവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവരവരുടെ വീട് വിട്ടിട്ട് വേറൊരു വീട്ടിലേക്ക് പോകുന്നത്. ഹസ്ബൻഡിനെ ഒഴിവാക്കി പോയി എന്നുള്ള രീതിയിൽ ഹസ്ബൻഡിനെ പിന്നീട് കാണിക്കുന്നേ ഇല്ല. അപ്പൊ അവര് അങ്ങനെ വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഇടയിൽ എല്ലാവരും വന്നിട്ട് എന്ത് പറ്റി എന്നുള്ള ഒരുപാട് കമന്റുകൾ ഇട്ടിരുന്നു. അപ്പൊ അവരതിന് ഒരു വാക്കിൽ മറുപടി പറയാതെ വീണ്ടും അവർ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർ പുതിയതായിട്ട് എടുത്ത വീട്, അത് എന്തോ ലീസിനെടുത്ത പോലെ എടുത്ത വീടാണ്, എന്നിട്ട് അവർക്ക് അത് സ്വന്തമാക്കാം, ഒരു വർഷം കഴിയുമ്പോൾ കാശൊക്കെ കൊടുത്ത് സ്വന്തമാക്കാന്ന് പറയുന്നു. എന്നിട്ട് അവര് ആ വീടിന്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നു, കബോർഡുകളൊക്കെ മാറ്റുന്നു, മോശമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും മാറ്റുന്നു, ടൈല് മാറ്റുന്നു, അങ്ങനെ ആ വീടിനെ ഭംഗിയാക്കി എടുക്കുന്ന വീഡിയോസ് ഒക്കെ അവർ ചെയ്യുന്നു. അങ്ങനെ തുടർച്ചയായി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഹസ്ബൻഡിനെ വീഡിയോയിൽ കാണുക ചെയ്യുന്നില്ല. ആ സമയത്ത് എല്ലാ ആളുകളും അതിന്റെ അടിയിൽ പോയിട്ട് എന്ത് പറ്റി, നിങ്ങളെ ഹസ്ബൻഡ് എവിടെ, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ, എന്താണ് പ്രശ്നം, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറേ പ്രേക്ഷകരുടെ ആകാംക്ഷ കുറേ വളർത്തിയ ശേഷം അവരൊരു ദിവസം ചാനലിൽ വന്നിട്ട് അവരും ഹസ്ബൻഡും പിരിഞ്ഞു എന്നുള്ള കാര്യം പറയാണ്. അപ്പൊ അവർ ആദ്യമേ പറയുന്നുണ്ട്, ദയവായിട്ട് റിയാക്ഷൻ വീഡിയോക്കാരെ എന്നെ എടുത്ത് റിയാക്ട് ചെയ്യരുത് എന്നൊക്കെ ആദ്യം അഭ്യർത്ഥിക്കുന്നുണ്ട്. അവരിപ്പോ വന്നിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട്, റിയാക്ഷൻ വീഡിയോക്കാര് ദയവായിട്ട് എന്നെ എടുത്ത് റിയാക്ട് ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തിന്നാൻ ഇട്ട് കൊടുക്കരുത് എന്നൊന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് ആരും അത് കേൾക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. ആളുകൾ ഇത്തരം ഒരു വാർത്ത കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന, കമന്റ് ബോക്സ് കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. അവർ തീർച്ചയായിട്ടും വന്നിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് ആദ്യമേ അറിയാം, അവരങ്ങനെ പറഞ്ഞുകൊണ്ട് ആരും റിയാക്ട് ചെയ്യാതിരിക്കുന്നില്ല എന്ന്. അവരെന്തായാലും അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരും സിലു ടോക്സിലെ സൽഹ പിരിഞ്ഞു, ഭർത്താവുമായി പിരിഞ്ഞു എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തു. അപ്പോൾ അവർ പ്രതിഷേധമായിട്ട് എന്നെ തിന്നാൻ ഇട്ട് കൊടുത്തിട്ട് സമാധാനമായില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടെ ഒന്നും സംസാരിക്കാതുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നു. വീട്ടിലത്തെ കാര്യങ്ങൾ കാണിക്കുന്നു, പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ നിശബ്ദമാക്കപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെയോ രീതിയിലൊക്കെയുള്ള ഡ്രാമയൊക്കെ കാണിച്ചുകൊണ്ട് അവർ വീഡിയോ ചെയ്യുന്നുണ്ട്. അവര് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, അവരുടെ വിവാഹ ജീവിതത്തിൽ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. നമുക്കറിയില്ല അവരെന്താണ് അനുഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് എത്രമാത്രം ടോക്സിക് ആയിരുന്ന വ്യക്തിയായിരുന്നു ഒന്നും നമുക്കറിയുന്നതല്ല. അവരാണ് അത് അനുഭവിച്ചത്. പക്ഷേ അവരത് ഈ യൂട്യൂബിൽ കൊണ്ടുവന്നിട്ട് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ രണ്ടു വശവും പറയുന്നുള്ളതാണ്. കുറേ ആളുകൾ അദ്ദേഹത്തിന്റെ വശം കേട്ടില്ലല്ലോ, അതല്ലെങ്കിൽ അദ്ദേഹം നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ, ഈ സൽഹ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് അവരുടെ അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ അവർ തന്നിഷ്ടം കൊണ്ട് മാറി നിൽക്കുന്നതാണോ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ നെഗറ്റീവായിട്ടുള്ളൂ. എന്നാൽ ചിലരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് കമന്റുകളൊക്കെ അവർക്ക് വന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് അവരുടെ ഹസ്ബൻഡ് ഒരു ചാനലുമായിട്ട് വരികയാണ്. ഈ സൽഹയുടെ വീഡിയോയിൽ പൊതുവെ അവർ ചെയ്യുന്ന വീഡിയോയിൽ അവരും അവരുടെ കുട്ടികളെയും കാണിക്കാറുണ്ട്. ഹസ്ബൻഡിനെ വളരെ കുറച്ചേ കാണിക്കാറുള്ളൂ. അദ്ദേഹത്തിന് അതിൽ വളരെ താല്പര്യമുള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല. അപ്പോൾ അത് വളരെ കുറച്ചേ കാണിക്കാറുള്ളൂ. പൊതുവെ അവരുടെ വീഡിയോയിൽ ഹസ്ബൻഡിനെ കുറച്ച്, ഹസ്ബൻഡിന്റെ ഭാഗത്തുള്ള തെറ്റുകൾ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആദ്യകാലം മുതലേ അവർ വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത വ്യക്തിയാണ്, കുടുംബം നോക്കാൻ മാത്രം പ്രാപ്തനല്ലാത്ത രീതിയിലുള്ള വ്യക്തിയാണ്, അവരാണ് എല്ലാ ബിസിനസ്സുകളും ഇട്ടുകൊടുത്തത് ഹസ്ബൻഡിന്, അവരാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിൽ പൊതുവെ അവര് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളത് കൊണ്ടും ആളുകൾ എപ്പോഴും ഇവർ വളരെ തന്റേടിയായ സ്ത്രീയാണ്, ഹസ്ബൻഡ് എന്തോ വളരെ പാവാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള കമന്റുകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗഫൂർ എന്ന് പറയുന്ന വ്യക്തി ഒരു പുതിയ ചാനലുമായിട്ട് വരുന്നത്. ഒരിക്കലും അദ്ദേഹം ഒരു ചാനലുമായിട്ട് വരുന്ന വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല, ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം വളരെ മിണ്ടാതെ, ഈ ചാനലൊന്നും തീരെ ആക്റ്റീവ് അല്ലാത്ത, അതിലൊന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം ചാനലുമായിട്ട് വരുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ ഭാഗത്ത് ഇയാൾക്ക് എന്തോ പറയാനുണ്ട് എന്നുള്ള രീതിയിൽ പോയിട്ട് ആ ചാനൽ കാണും. അതിന്റെ ആ ചാനലിൽ അദ്ദേഹം അതിനെ കുറിച്ചൊക്കെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ പോവാണ്, ഞാൻ വീട് വിൽക്കാൻ പോവാണ്, അതിന്റെ മുന്നോടിയായിട്ട് ഇവിടെ കിടക്കുന്ന കുറെ
സാധനങ്ങളൊക്കെ ഞാൻ ഓഫറിൽ വിൽക്കാൻ പോവുകയാണ്, ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്, അങ്ങനെയൊക്കെ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഈ സിലു ടോക്സിൽ സൽഹ പറയുന്നത് അവരാണ് ആ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, കുട്ടികളെല്ലാം നോക്കുന്നത്, കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഹസ്ബൻഡിന് ഒരു റോളും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഈ ഗഫൂറിന്റെ ചാനലാണെങ്കിൽ ഗഫൂർ പറയുന്നത് ഞാനാണ് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, എനിക്ക് കിട്ടുന്ന വരുമാനമൊക്കെ കുട്ടികൾക്കുള്ളതാണ്, വീട് വിറ്റിട്ട് ഈ സിലു വാങ്ങിയ ഒരു 20 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അതിൽ സിലുവിനും കൂടെ വേണ്ടി വീട് വെക്കാനാണ് വീട് വിൽക്കുന്നത് എന്നൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടുപേരും പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളും തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടും, ഈ ഹസ്ബൻഡും വൈഫും കൂടി എന്തോ ഒരു ഒത്തുകളിയാണ്, എന്നിട്ട് മാക്സിമം വ്യൂവേഴ്സിന് ഉണ്ടാക്കിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നമ്പറാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ സൽഹ എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഭർത്താവിനെ കുറിച്ച് കുറ്റമൊന്നും പറയണ എന്നുള്ള രീതിയിലായിരിക്കാം കുറേ കാലങ്ങളോളം ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാമെങ്കിലും ഇത് ഇങ്ങനെയല്ലാത്ത രീതിയിലും അവർക്ക് പറയായിരുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് ഇത്രയും ആകാംക്ഷയൊന്നും ജനിപ്പിക്കാതെ ഒരു വീഡിയോയിൽ തന്നെ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു, ഇനി നിങ്ങൾ ആരും ഇത് ചോദിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത്രയൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടാവില്ലായിരുന്നു. അതിന് പകരം അവർ എത്രയോ വീഡിയോയിലൂടെ ആളുകളിൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന വിധത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ട് ആളുകളെ കൊണ്ട് വീണ്ടും 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 എന്ത് പറ്റി എന്ന് ചോദിപ്പിച്ചിട്ടാണ് അവർ വീഡിയോ ചെയ്തത്. പിന്നെ അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത്. അപ്പോഴാണ് അവരുടെ വീട്ടിന്റെ ഉള്ളിൽ സംഭവിച്ച ഒരു കാര്യത്തിന്റെ ഒരു CCTV ദൃശ്യം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഷെഫീന ബീവിക്ക് കൊടുക്കുന്നത്. ഷെഫീന ബീവിയെ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അവര് ഏത് വീഡിയോയും വളരെ ഒരു മാക്സിമം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് അവർ വീഡിയോ ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മുടെ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സിലെ കുഞ്ഞാറ്റി ഇച്ചായനും തമ്മിൽ പിരിഞ്ഞ സമയത്ത് ഈ കുഞ്ഞാറ്റയും ചെയ്തതിനെക്കാട്ടിലും ഭയങ്കരമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത് ഷെഫീന ബീവി എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്നുവെച്ചാൽ കുഞ്ഞാറ്റ അതിലെ എല്ലാ തെളിവുകളും ഇവർക്ക് ഈ ഷെഫീന ബീവിക്ക് കൊടുക്കുന്നു. ഷെഫീന ബീവി അത് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് വലിയ വലിയ വീഡിയോ ചെയ്യുന്നു. പിന്നീട് അതാണ് പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. അതേപോലെ തന്നെയാണ് ഈ സൽഹീൻ ചെയ്തത്. അവരുടെ വീടിനുള്ളിൽ സംഭവിച്ച ഒരു കാര്യത്തിന്റെ ഒരു CCTV ദൃശ്യം അവർ ഷെഫീന ബീവിക്ക് കൊടുക്കുകയാണ്. അവരുടെ ഭർത്താവ് എന്ന് വെച്ചാൽ ഗഫൂർ വളരെ ഒരു അഗ്രസീവായിട്ട് ഒരു കസേരയൊക്കെ ചവിട്ടി തെറിപ്പിക്കുന്ന ഒരു CCTV, അവിടെ കുട്ടികളുണ്ട്, ഈ സൽഹ ഉണ്ട്, ഒക്കെ ഉള്ള ഈ കുട്ടികളുടെ സാന്നിധ്യത്തിലാണ് ഇയാൾ ഇങ്ങനെ അഗ്രസീവായിട്ട് പെരുമാറുന്നത്. അപ്പൊ അതിന്റെ CCTV ദൃശ്യമാണ് ഈ ഷെഫീന ബീവിക്ക് കൊടുക്കുന്നത്. ഷെഫീന ബീവി അത് പുറത്തു വിടുന്നുള്ള കാര്യം ഈ പറയുന്ന സൽഹയ്ക്ക് അറിയാത്തതൊന്നുമല്ല. 100% അവരത് പുറത്തു വിടും, അല്ലെങ്കിൽ അത് പുറത്തു വിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് സൽഹ അത് കൊടുത്തിട്ടുള്ളതെന്നാണ്. അല്ലാതെ ഇപ്പോൾ അത് കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം എൻ്റെ കുടുംബത്തിൽ നടന്ന കാര്യം ആരും അറിയണ്ട എന്ന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു വെച്ചാൽ അവരൊരിക്കലും അത് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന വ്യക്തി അവരുടെ ചാനലിലൂടെ അത് പുറത്തു വിടുന്ന അവർക്ക് അറിയുകയും ചെയ്യായിരുന്നു. അത് വിടണം എന്നുള്ള താല്പര്യത്തോടു കൂടെ തന്നെയായിരിക്കണം ഈ സൽഹ ഇത് ഷെഫീനയ്ക്ക് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമുക്കിത് വളരെ മാന്യമായിട്ട് എത്രയോ യൂട്യൂബേഴ്സിനെ നമ്മൾ ഇതിനു മുൻപും ഡിവോഴ്സ് ആയത്, ഫാമിലി വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഡിവോഴ്സ് ആയത് നമ്മൾ കണ്ടിട്ടുണ്ട്. മിക്ക ആളുകളും ഇത് പറഞ്ഞ് വഷളാക്കി അല്ലെങ്കിൽ ചാനലിൽ മാക്സിമം കണ്ടന്റ് ആക്കി വരുമാനം ഉണ്ടാക്കിയിട്ടാണ് എല്ലാ ആളുകളും ഇവിടെ ഡിവോഴ്സ് ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുഞ്ഞാറ്റ ഇച്ചായ എന്ന് പറയുന്ന കേസിൽ കുഞ്ഞാറ്റ 1, 2, 3 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവുള്ളൂ ഡിവോഴ്സിനെ കുറിച്ച്. പക്ഷെ അതൊക്കെ മില്യൺ വ്യൂസ് ആയിരുന്നു അവർക്ക്. എന്ന് വെച്ചാൽ നല്ല വരുമാനം അവർക്ക് അതിൽ നിന്ന് ഉണ്ടായി കാണും. അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കണ്ടന്റ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് ഓഫ് ചെയ്തിട്ട് വെച്ചിട്ട് വീഡിയോ ചെയ്യാം. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. അതിന് കിട്ടുന്ന വരുമാനം മാക്സിമം പോരട്ടെ എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനെതിരായിട്ട് ഈ അമൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത വീഡിയോ ആണെങ്കിലും അത് അവർ തുടർച്ചയായിട്ട് കണ്ടന്റ് ആക്കി വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ കുടുംബ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഈ ഡിവോഴ്സ് ആവുന്ന സമയത്ത് അതും ഒരു വരുമാനം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അതേ രീതി തന്നെയാണ് ഈ സൽഹീൻ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വളരെ മാന്യമായിട്ട് പിരിഞ്ഞു പോയ ആളുകളുണ്ട് ഈ യൂട്യൂബിൽ തന്നെ. ഫാമിലി വ്ളോഗ് ചെയ്യുന്ന നിങ്ങൾക്ക് ഹിമ പെണ്ണഴക് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ഈ ഹിമ എന്ന് പറയുന്ന വ്യക്തി വർഷങ്ങളായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഹിമയുടെ ഭർത്താവ് ശ്രീജിത്ത്, അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രമാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ അവർ കുക്ക് ചെയ്യുന്നു, ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഭർത്താവിനെ കുറിച്ച് പറയുന്നു, അവർ ജോലിക്ക് പോകുന്നത് കാണിക്കുന്നു. അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹിമ അവരൊരു ദിവസം
ദിവസം ഭർത്താവുമായിട്ട് പിരിയുന്നു. അതുവരെ നമുക്ക് അവരുടെ ഫാമിലിയിൽ ഒരു പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. പിന്നെ ആളുകൾ അതിൻ്റെ ഇടയിൽ പലപ്പോഴും ഈ ശ്രീത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ചുകൂടെ പ്രായമൊക്കെ തോന്നുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് വളരെ നെഗറ്റീവ് കമന്റുകളൊക്കെ ഇടാറുണ്ടെങ്കിലും അവർ തമ്മിലൊരു പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് ഒരിക്കലും തോന്നാറില്ല. അവർ തമ്മിൽ പിരിഞ്ഞ സമയത്തും ഹിമ വളരെ മാന്യമായിട്ട് വന്നിട്ടൊരു വീഡിയോ ചെയ്തു. ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ പിരിഞ്ഞു, അതിന്റെ കാരണങ്ങൾ ഇന്നതാണ്. അത് ഈ സൽഹ പറയുന്ന പോലെ അത്ര ഒരു ചെറിയ കാരണമൊന്നും ആയിരുന്നില്ല. ഈ ഹിമ എന്ന് പറയുന്ന വ്യക്തിയുടെ കാരണങ്ങൾ അവരുടെ ഭർത്താവ് വളരെ മദ്യപിച്ച് ആ മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അവർ വളരെ ടോക്സിക് ആയിരുന്നു, വീട്ടിൽ ഭയങ്കര ഉപദ്രവമായിരുന്നു. അവർ മദ്യപിക്കാൻ വേണ്ടിയിട്ട് എന്ത് കള്ളവും പറഞ്ഞിട്ട് നാട്ടുകാരുടെ നിന്ന് കൈനീട്ട് പൈസ വാങ്ങുന്ന ഒരു അവസ്ഥയ്ക്ക് വരെ പോയ സമയത്താണ് ഹിമ ആ ഒരു ലൈഫിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എന്നിട്ട് പോലും അവർ മാന്യമായിട്ട് ഒറ്റയൊരു വീഡിയോ, ഞാൻ പിരിഞ്ഞു, കാരണങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു. അത് കുറെ മില്യൺ വ്യൂസും ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ പിന്നീട് അവര് പിരിഞ്ഞ് വേറൊരു വീടായിട്ട് താമസിച്ച സമയത്ത് അവര് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞു. അത് വളരെ മാന്യമായിട്ടാണ് അവർ ചെയ്തത് എന്നുള്ളതാണ്. പിന്നീട് ഹിമയ്ക്ക് അത് എത്രയോ വലിയ കണ്ടന്റ് ആക്കി മാറ്റായിരുന്നു. കാരണം അവർ പിരിഞ്ഞ ശേഷം 1 വർഷത്തിനുള്ളിൽ ഹിമ സ്വന്തമായിട്ടൊരു വാടക വീട്ടിലേക്ക് മാറുന്നു. അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്കൊന്നും മാറുന്നില്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ അവർക്ക് വീഡിയോ കണ്ടന്റ് ആക്കിയിട്ട് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഹസ്ബൻഡ് പിന്നീട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നു, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള കണ്ടന്റ് അവർക്ക് അതിൽ നിന്ന് ഉണ്ടാക്കായിരുന്നു. അത് മാത്രമല്ല, അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഈ ശ്രീത്ത് എന്ന് പറയുന്ന വ്യക്തി ഷുഗറൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലൊക്കെ ഉണങ്ങാത്ത മുറിവുകളൊക്കെ അവരൊന്നിച്ച് ജീവിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അയാൾക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഹിമയ്ക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യായിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷം ലാസ്റ്റ് ആയ സമയത്ത് അദ്ദേഹം മരിച്ചുപോയി. അതിന് മുൻപ് അദ്ദേഹം വിവാഹം കഴിച്ചു. ഇതിനെക്കുറിച്ചൊക്കെ വലിയ വലിയ വീഡിയോ അവർക്ക് വേണമെങ്കിൽ ചെയ്യായിരുന്നു. വിവാഹം കഴിച്ചതിനെ കുറിച്ച് അവർക്ക് വീഡിയോ ചെയ്യായിരുന്നു. ഇത്രയും രോഗിയായിട്ടുള്ള വ്യക്തി വിവാഹം കഴിച്ചു, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യായിരുന്നു. അല്ലെങ്കിൽ നിയമപരമായിട്ട് വേർപിരിഞ്ഞിട്ടായിരുന്നു വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ കുട്ടികളുടെ ചെലവിനെ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്ത്, അവർ ഒന്നിച്ച് താമസിച്ചിരുന്ന വീട് വിറ്റു, അതിന്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം അവരുടെ മക്കൾക്ക് കിട്ടുമോ, അങ്ങനെ ഒരു വീഡിയോ ചെയ്യായിരുന്നു. അതൊന്നും അവർ ചെയ്തില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പലരും അതിൻ്റെ അടിയിൽ വന്നിട്ട് ശ്രീത്ത് മരിച്ചു, ഹിമ അറിഞ്ഞില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കമന്റുകൾ വന്നപ്പോൾ അവരൊരു ചെറിയ വീഡിയോ ആയിട്ട്, എനിക്ക് വളരെ വിഷമമുള്ളൊരു കാര്യം പറയാണ്ട്, എൻ്റെ കുട്ടികളുടെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് വളരെ മാന്യമായിട്ടൊരു വീഡിയോ ചെയ്തു. അല്ലാതെ അവരതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഒരിക്കൽ പോലും വീഡിയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു 2-3 മിനിറ്റുള്ള ഒരു വീഡിയോയിൽ അവരത് അവസാനിപ്പിച്ചു. എന്നിട്ട് അവർ വളരെ മാന്യമായിട്ട് അവരുടെ വീട്ടിൽ അവർ കുക്ക് ചെയ്യുന്നതും അവർ സംസാരിക്കുന്നതുമായിട്ടുള്ള നല്ല നല്ല മനോഹരമായ വീഡിയോസ് അവർ ചെയ്തുകൊണ്ടിരുന്നു. ഇത്തരം വീഡിയോസ് എന്ന് പറഞ്ഞാൽ വ്യൂസൊക്കെ വളരെ കുറവാണ്. അവർ എത്രയോ വർഷമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ആളാണ്. എന്നാലും ആളുകൾക്ക് ഇതൊന്നും കാണാനുള്ള താല്പര്യമില്ല. ആളുകൾക്ക് കുറെ കുത്തിത്തിരിപ്പ്, കുന്നായ്മ, പിരിയുന്നത്, വഴക്കടിക്കുന്നത്, ഇതൊക്കെ കാണാനാണ് കൂടുതൽ താല്പര്യം. അതൊന്നും ഇത്തരം വീഡിയോസിലൊന്നും വ്യൂസ് ഇല്ലാതെ ആവുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും സൽഹയാണെങ്കിലും ഈ കുഞ്ഞാറ്റിയാണെങ്കിലും ഈ പിരിഞ്ഞു പോകുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ആണെങ്കിലും അതൊക്കെ വലിയ വലിയ കണ്ടന്റ് ആയിട്ട് വീഡിയോ ചെയ്യാണ്. എന്നിട്ട് ഇത്തരം വീഡിയോ ചെയ്തിട്ട് അയ്യോ അതിൻ്റെ അടിയിൽ ആളുകൾ നെഗറ്റീവ് പറഞ്ഞു, ആളുകൾ എന്നെ പച്ചയ്ക്ക് തിന്നു, എന്നെ പച്ചയ്ക്ക് കത്തിച്ചു, ഇത്തരം ഡയലോഗുകളൊന്നും പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഇത്തരം കമന്റുകൾ പോലും അവർക്ക് കൂടുതൽ വ്യൂസിനെ ഉണ്ടാക്കി കൊടുക്കും, കൂടുതൽ വരുമാനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് അവർ തീർച്ചയായിട്ടും ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിതൊക്കെ കണ്ടന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച സ്ട്രഗിളിലൊക്കെ ഒരുപാട് വിഷമം എനിക്കുണ്ട്. കാരണം ഇവിടെ ഈ സ്ട്രഗിൾ അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയുടെ വിചിത്രമായ സ്വഭാവങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മദ്യപാന ശീലം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പെൺകുട്ടികൾ, സ്ത്രീകൾ, മുന്നോട്ട് കുടുംബം കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന സ്ത്രീകളും ഒക്കെ ഇവിടെ ഉണ്ട്. അവരോട് സഹതാപമുണ്ട്. പക്ഷെ അതൊരു കണ്ടന്റ് ആക്കിയിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ട് കണ്ടിട്ട് പിന്നീട് അതിനെക്കുറിച്ച് അയ്യോ എന്നെ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.